ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ജ്യോതിയുടെ നന്മ മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതാണ് ഒരു വാക്ക് പോലും ചീത്ത പറയാതെ വഴക്കിടാതെ അവനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. അത് ശരിയായിരുന്നില്ല അച്ഛാ. ഇക്കാര്യത്തിൽ ഞാനിവിടെ ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യാനുള്ളൂ. ജ്യോതിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അച്ഛാ. അതിപ്പോ അവര് തമ്മിൽ സംസാരിച്ചപ്പോ മാറി. ജീവന അങ്ങനൊരു കാര്യം വേണമെന്ന് പറഞ്ഞത്. ഗുഡ്. അച്ഛാ, എന്തായാലും അച്ഛൻ വന്നല്ലോ. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് മനുവിന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി അവരുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ നടത്തണം. ഒട്ടും വൈകിപ്പിക്കണ്ട. അമ്മേ, അമ്മ എന്തൊന്നും പറയാത്തെ? അതൊക്കെ അച്ഛൻ തീരുമാനിച്ചോളും. അങ്ങനെയല്ലല്ലോ. അമ്മയെല്ലാം തീരുമാനിക്കുന്നു, അച്ഛൻ അത് അനുകൂലിക്കുന്നു. ഇതുവരെ അങ്ങനെ ആയിരുന്നല്ലോ, അല്ലേ അച്ഛാ? എല്ലാം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അച്ഛാ, എനിക്കൊന്ന് പുറത്തു പോകണം. ഞാനൊന്ന് കുളിക്കട്ടെ. എന്താ അച്ഛാ? ഒന്നുമില്ല മോളെ, പതിവിന് വിപരീതമായി നിന്റെ മുഖത്ത് അല്പം സന്തോഷം കാണുന്നുണ്ട്. അതുകൊണ്ട് നോക്കിപ്പോയത് അച്ഛൻ. ജ്യോതിയുടെ കാര്യം കൊണ്ട് തന്നെയാ. അവളുടെ കാര്യം ഇപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പോ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ജ്യോതിയുടെ അടുത്തേക്കൊന്ന് പോട്ടെ. തനിങ്ങോട്ട് വന്നേ. രഘുവേട്ട, സുജതേ, കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോവാണ് രഘുവേട്ട. അതിങ്ങനെ വെറുതെ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. അവരൊന്നിച്ചാണ് വന്നിറങ്ങിയത്. അവളുടെ മുഖത്തെ സന്തോഷം കണ്ടോ? അത് ജ്യോതിയെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല. അവൻ കാണിക്കുന്നതൊക്കെ വിശ്വസിക്കുന്നതിന്റെ പേരിലാണ്. എത്ര വലിയ ആപത്തിലേക്കാണ് നടന്നു പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. സുജതേ, കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാണ്. നിത്യയെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റുകാരനല്ലെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ്.